ഹലോ ഗായ്സ്, നേഴ്സിംഗ് സ്റ്റഡി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു. എല്ലാവരും ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്, ഇനി എന്തിന് പോകണം. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻസാണ്. ഏത് പ്രൊഫഷൻ എടുക്കണമെന്നറിയത്തില്ല, എന്ത് പഠിക്കണമെന്നറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുമായിരിക്കും നിങ്ങൾ. പക്ഷേ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു അറിവുണ്ട്. നമുക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ എയിമിലേക്ക് ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനാണ് ഫോക്കസ് ചെയ്യുന്നത്, അതും നിങ്ങൾ നഴ്സിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അതെ, BSc നഴ്സിംഗ് ഈ വട്ടത്തെ അഡ്മിഷന് നീറ്റ് ആവശ്യമില്ല, അഥവാ എൻട്രൻസ് എക്സാം ആവശ്യമില്ല. നമുക്കറിയാം, ഇപ്പോൾ BSc നഴ്സിംഗ് എന്നത് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സെമസ്റ്റർ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര ടഫായിട്ടുള്ള, ഭയങ്കര ടൈറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കോളേജ് സെലക്ട് ചെയ്താലും അവിടെ നമുക്ക് അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ടുള്ള ഏത് കോളേജായാലും അവിടെ നല്ല ടീച്ചിങ് സപ്പോർട്ടുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ നമുക്കറിയാം, ഗവൺമെൻറ് കോളേജിലുമുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജിലുമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് LBS വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യേണ്ടത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് 100 സീറ്റാണുള്ളത്. അതിൽ 50 സീറ്റ് മെറിറ്റ് ബേസിലും ബാക്കി 50 സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബേസിലും ആയിരിക്കും. നമുക്ക് ഈ ഒരു LBS കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇൻഡെക്സ് സ്കോറാണ്. ഇനി എന്താണ് ഇൻഡെക്സ് സ്കോർ എന്ന് പറയാം. ഇൻഡെക്സ് സ്കോർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ മാർക്കുകൾ, അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇൻഡെക്സ് സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ചില സമയത്ത് സംടൈംസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഇൻഡെക്സ് സ്കോർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ SC ST അങ്ങനെയുള്ള കാറ്റഗറി പെടുന്നവർക്ക് കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല ടീച്ചിങ് സപ്പോർട്ടുള്ള ഒരു കോളേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ കയറാൻ. അപ്പോൾ നിങ്ങൾ ടീച്ചിങ് സപ്പോർട്ട് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? അത് മാത്രം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ കോളേജ് കറക്റ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നമുക്കറിയാം, റിസൾട്ട് വന്നപ്പം ഒരുപാട് പേർക്ക് ഫുൾ A+ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് വരും, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ടൈറ്റായിട്ടുള്ള ടൈറ്റായിട്ട് നമ്മൾ ബാക്ക്വേർഡ് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് 90% കുറവാണെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡ് കേരള നോക്കുന്നതായിരിക്കും നല്ലത്. അതും അവിടെ നോക്കുമ്പോഴും നമ്മൾ എന്ത് നോക്കണം, കറക്റ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണോ, നമ്മളിവിടെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മൾ കറക്റ്റായിട്ടുള്ള എൻക്വയറി ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് പരസ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ കേരളത്തിനകത്ത് BSc നഴ്സിംഗ് നോക്കുകയാണോ, ഇതാ നിങ്ങൾക്കായിട്ടൊരു ഓഫർ, വിളിക്കൂ നമ്പർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചീറ്റിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊന്നും പോയി പെടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ല എങ്കിൽ മടിക്കണ്ട. അത് അറിയാവുന്നവരുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഗസ്റ്റ് എൻഡൊക്കെ ആകുമ്പം, അല്ലെങ്കിൽ സെപ്റ്റംബർ ബിഗിനിങ്ങിലൊക്കെ ആകുമ്പം ഇവിടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാരണം എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും BSc നഴ്സിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കണം. നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ. ഇപ്പം നിങ്ങൾ വേറൊരാൾ പറയുന്ന കേട്ടിട്ട് പോകുമ്പം നമുക്ക് അറിയത്തില്ല അവരെ എത്രമാത്രം വിശ്വസിക്കാം ഇല്ല. അപ്പം നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. ആ ഫോണിൽ എന്തെങ്കിലും നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മളുടെ വിരൽത്തുമ്പിലെത്തും അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത്
നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തെങ്കിലും പോരായ്മ ഉള്ളിടത്തേക്കല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് നല്ലൊരു അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.